ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ ഒരു ജോബ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ പോയിന്റ്, നമുക്ക് എന്താണ് അറിയാം, നമ്മളുടെ സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. സ്കിൽസ് നോളജ് അല്ല, നമ്മൾ എന്താണോ പഠിക്കുന്നത് അതാണ് നോളജ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മളുടെ സ്കിൽസ്. നമ്മളുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. സോഫ്റ്റ് സ്കിൽസ് ആയാലും ശരി, ഇല്ല ജനറൽ സ്കിൽസ് ആയാലും ശരി, നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും പ്രൊജക്റ്റോ ഫ്രീലാൻസ് പ്രൊജക്ട്സ് ഒക്കെ നിറയെ കിട്ടും അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ടല്ലേ, ഫ്രീ കോഴ്സസ്. നമ്മൾ ലിങ്ക്ഡ്ഇൻ ലേണിംഗ് ഉണ്ട്, അതേപോലെ ആലിസൺ, ഉഡമി, ഏത് വേണമെങ്കിലും നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, അതിനൊക്കെ നമുക്ക് ഫ്രീ കോഴ്സസ് ചെയ്തിട്ട് സർട്ടിഫൈ ആവാം. അതാണ് അടുത്തത്. പിന്നെ നമുക്ക് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അടുത്തത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുക. ഒരു ഫ്രീ ഇന്റേൺഷിപ്പ് ആയാലും പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇന്റേൺഷിപ്പിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസും സ്കില്ലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും അല്ലേ. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം, നമ്മളൊരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോബ് എത്രയും പെട്ടെന്ന് കിട്ടും. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്കൗട്ട് ആയെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യൂ കേട്ടോ.